5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മൾ ഫാസിസമാണ്, കുഴപ്പമാണ്, ഭാരതത്തിന്റെ ഭരണഘടന അട്ടിമറിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. പല ചർച്ചകളും രാഷ്ട്രീയമായിട്ടൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്നതിനിടയിലും വളരെ മനോഹരമായ ചില കാര്യങ്ങൾ, വഖഫ് നിയമത്തെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോകസഭയിലും രാജ്യസഭയിലും എത്ര മണിക്കൂറാണ് ചർച്ചകൾ നടന്നത്? വാദപ്രതിവാദങ്ങൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും ആരെല്ലാമാണ് എന്തെല്ലാം രൂപത്തിൽ ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് വരെ പോയി. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ, മതത്തിന്റെ കാര്യങ്ങൾ, ജാതിയുടെ കാര്യങ്ങൾ എല്ലാം അതിനകത്ത് കയറി വന്നു. വഖഫിന് പുറമേയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു. അത് അതിന്റെ ഒരു ശൈലിയാണ്. ലോകസഭയിലാണെങ്കിൽ രാത്രി 12-1 മണി വരെ പോയിട്ടാണ് അത് വോട്ടിനിടുന്നത്. അതുപോലെ രാജ്യസഭയിലാണെങ്കിലോ 3 മണി വരെ പോയി. ലോകസഭയിൽ 12-1 മണി വരെയും രാജ്യസഭയിൽ 3 മണി വരെയും പോയി. വെളുപ്പാങ്കാലത്താണ്. എത്ര മനോഹരമായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു സൗന്ദര്യം നമ്മൾ കണ്ടത്. വളരെ മനോഹരമായിട്ടൊരു ചർച്ചയാണ് നടന്നത്. വളരെ ഗൗരവമായ ചർച്ച. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആകുമ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന ബില്ല് പാസ്സാകും. അത് മറ്റൊരു കഥ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം. എന്നാലും വളരെ മനോഹരമായിട്ടാണ് ഈ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. അതിൽ വലിയ വാദപ്രതിവാദം നടന്നു. കേരളത്തിലെ MP-മാർ തന്നെ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഒക്കെ വളരെ വലിയ വാദപ്രതിവാദമാണ്. വഖഫ് നിയമത്തെ എടുത്ത് അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തും ജനങ്ങളെന്ന് സുരേഷ് ഗോപി ഇനി ജയിപ്പിക്കത്തില്ല, ജനങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, നിയമത്തെ പറ്റി ഞങ്ങൾക്ക് തൃശ്ശൂരിൽ ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് പറയുന്നു. നല്ല രസകരമാണ് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷെ ഒരു വശം മനസ്സിലാക്കേണ്ടത് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ച ആളാണ്. അവിടെ രാജ്യസഭയിലൂടെ വന്ന ആളാണ്. ലോകസഭയിലൂടെ വന്ന ജയിച്ച് ജനങ്ങളുടെ മാൻഡേറ്റ് വാങ്ങിച്ച് വന്ന് ജയിച്ചു വന്ന ആളിനെ കളിയാക്കുന്നത്, അതൊരു വേറൊരു കഥയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്താണ് ഈ വഖഫ് നിയമത്തിന്റെ ഒരു കഥ? വഖഫ് നിയമം എന്ന് പറയുമ്പോൾ, വഖഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന് കൊടുക്കുന്ന സ്വത്താണെന്നാണ്. അത് പലതരത്തിൽ കൊടുക്കാം. ദാനത്തിനായി കൊടുക്കാം, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, പല രൂപത്തിൽ കൊടുക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുപാട് ഭൂമികൾ ഇങ്ങനെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് സൈന്യത്തിനാണ്. ഇന്ത്യൻ മിലിറ്ററിക്ക് ധാരാളം സൈന്യത്തിന് ഭൂമിയുണ്ട്. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്കാണ്. സ്വകാര്യം ഒരു വ്യക്തിപരമായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള കണക്കെടുത്താൽ രണ്ടാമതുള്ളത് റെയിൽവേക്കാണ്. മൂന്നാമതുള്ളത് വഖഫിനാണ്, വഖഫ് ബോർഡിനാണെന്നുള്ളതാണ്. ഈ വഖഫിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല്, പഴയ കാലത്ത് ഇപ്പം മുനമ്പത്തൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് 1960-കളിൽ 65-കളിലൊക്കെ വാങ്ങിയ വസ്തുവാണ്. അവർ കാശ് കൊടുത്ത് ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയ വസ്തുവാണ്. അപ്പോൾ നോക്കാത്ത വില്ലേജ് ഓഫീസ് നോക്കിയില്ല, താലൂക്ക് ഓഫീസ് നോക്കിയില്ല, ഗവൺമെന്റ് നോക്കിയില്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോക്കിയില്ല. അങ്ങനെ നോക്കിയിട്ട് ഇത് വഖഫ് ഭൂമി ആയിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും മുനമ്പത്തെ പാവപ്പെട്ട ആളുകൾ 10-700 കുടുംബക്കാർക്ക് വാങ്ങില്ലായിരുന്നല്ലോ. പക്ഷെ വാങ്ങി അവർ വർഷങ്ങളോളം താമസിച്ച് അവരുടെ സ്വന്തം ഭൂമി പോലെ അവർ ഉപയോഗിച്ച്, സ്വന്തം ഭൂമി പോലെയല്ല, സ്വന്തം ഭൂമിയായി തന്നെ ഉപയോഗിച്ച് തലമുറകൾ കഴിഞ്ഞ് 2, 3, 4 തലമുറകൾ വന്ന് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്ന് വലിയ നൊസ്റ്റാൾജി ആയിട്ട് വരുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു നോട്ടീസ് ഇട്ടുകയാണ്, ഇത് വഖഫ് ഭൂമിയാണ്, നിങ്ങൾ ഇറങ്ങി പോകണം. അത് കാശ് കൊടുത്ത് വാങ്ങിയതാണ് അവർ. എങ്ങനെയാണ് ശരിയാവുക? ഇന്ത്യൻ പാർലമെന്റ് നിൽക്കുന്ന സ്ഥലം, രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലം, പിന്നെ അങ്ങനെ തുടങ്ങി എവിടെ നിൽക്കുന്ന സ്ഥലവും ഒരുപാട് സ്ഥലങ്ങളുടെ പഴയ അന്വേഷണത്തിലൊക്കെ പോകുമ്പോൾ അതെല്ലാം വഖഫാണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പൊ വഖഫ് ബോർഡ് രാവിലെ ഒരു നോട്ടീസ് കൊണ്ട് കൊടുക്കുകയാണ്. ഇവിടെ വേറെ രസകരമായ കാര്യം, കോഴിക്കോടിന്റെ പോസ്റ്റ് ഓഫീസ് ഇരുന്ന സ്ഥലത്ത് വാടക കെട്ടിടത്തിലിരുന്ന പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ് മാസ്റ്റർക്ക് വരെ കത്ത് കൊടുത്തതാണ്. പോസ്റ്റ് മാസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ആ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. പോസ്റ്റ് മാസ്റ്റർ എന്ത് തെറ്റ് ചെയ്തു? അവിടെ വാടകയ്ക്ക് കെട്ടിടം എടുത്തണം, ആ എടുത്ത കെട്ടിടം വഖഫ് ഭൂമി ആയിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട്, പഴയതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ വഖഫ് ഭൂമി മാത്രം അവിടെ നിൽക്കട്ടെ. 2000, 3000, 4000 വർഷത്തെ കഥകളുണ്ട് ഭാരതത്തിൽ. ഒരുപാട് ആക്രമണത്തിന്റെ കഥകളുണ്ട്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളം എടുത്താൽ തന്നെ മലപ്പുറം ജില്ലയൊക്കെ ക്ഷേത്രങ്ങളുടെ ജില്ലയായിരുന്നു. ലോകനാർക്കാവ് അടക്കമുള്ള ക്ഷേത്രങ്ങളുടെയും ഇല്ലങ്ങളുടെയും മനകളുടെയും നാടായിരുന്നു മലപ്പുറം. ഇന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നിപ്പോ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും വഖഫ് ഭൂമി എന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ മുനമ്പം വിഷയം തന്നെ നമ്മൾ കാണുകയല്ലേ. എത്ര ദിവസമായിട്ടാണ് ആളുകൾ അവിടെ സമരം ചെയ്യുന്നത്? അവർക്ക് സ്വന്തം ഭൂമി വേണ്ടേ? കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ അവർ. ഇങ്ങനെ ഓരോ സ്ഥലത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഏതെങ്കിലും ഭൂമി ആരെങ്കിലും വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി പറഞ്ഞാലും മതി എന്നാ പറയുന്നത്. എഴുതി വെക്കണമെന്ന് പോലും ഇല്ലെന്നാ പറയുന്നത്. ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു, ഈ ഭൂമി വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ദാനം ചെയ്ത് ഒരു തരത്തിലുള്ള ദാനം ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അതൊരു ശാസ്ത്രീയതയില്ലേ? അത് മുസ്ലിം സമുദായമൊക്കെ ചിന്തിക്കണ്ടേ? മുസ്ലിം സംഘടനകൾ ആലോചിക്കണ്ടേ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പഴയ കാലത്ത് പലതും ഇവിടെ നടന്നിട്ടുണ്ട്. ആ നടന്നതിനെയൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നത്, ക്ഷേത്രങ്ങൾ എടുക്കുക, അമ്പലങ്ങൾ എടുക്കുക, പള്ളികൾ എടുക്കുക, ഇതെല്ലാം നമുക്ക് ഇനി റീപ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എളുപ്പമാണ്. ഇപ്പൊ രാമന്റെ ക്ഷേത്രം അങ്ങനെ നിൽക്കൊണ്ട് അത് മറ്റൊരു വികാരം, ഭാരതത്തിലെ ജനങ്ങളുടെ മറ്റൊരു വികാരമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലാതെ ഇപ്പോ ബംഗാളിൽ ഔറംഗസീബുമായി ബോംബെയിൽ മഹാരാഷ്ട്രയിൽ ഔറംഗസീബുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ RSS പോലും അത് ഉൾക്കൊണ്ടില്ലല്ലോ, ആരും എടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വഖഫ് ചെയ്തിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞ്
ഇപ്പോൾ താമസിക്കുന്ന വില കൊടുത്ത ആളുകൾ വാങ്ങി വർഷങ്ങളായി തലമുറകളായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഇറങ്ങിത്തരണം എന്ന് പറയുന്നത് ഒരു വളരെ ഒരു മനുഷ്യനിന്ദയും ഒരു ക്രൂരതയുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകാൻ പറ്റും, അതിന് മുകളിൽ കോടതിക്ക് പോകാൻ പറ്റത്തില്ല, കോടതിക്ക് പോലും ഇടപെടാൻ പറ്റില്ല. അതെന്ത് നിയമമാണ് നമ്മുടെ രാജ്യത്ത്? അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റും? എല്ലാവരും ഭരണഘടനയ്ക്ക് താഴെയല്ലേ? മറ്റേത് കേസിലും നമുക്ക് മുനിസിപ്പൽ കോടതി പോകാം, ജില്ലാ കോടതി പോകാം, ഹൈക്കോടതി പോകാം, സുപ്രീം കോടതി പോകാം. ഇതിന് മാത്രം എങ്ങനെയാണ് അത് വരുന്നത്? മതങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെയുണ്ടല്ലോ. അപ്പോ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മതപരമായ കാര്യത്തിൽ പോലും, വിവാദ നിയമത്തിൽ പോലും, ക്രിമിനൽ പ്രൊസീജിയർ എല്ലാറ്റിനും നമ്മൾ ഭരണഘടനയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നു. ഇതിൽ ക്രിമിനൽ കേസുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിൽ മാത്രം എന്താണ് അങ്ങനെ? കുറെ സിവിൽ കേസുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ജീവനാംശ പ്രശ്നങ്ങളും സ്വത്തവകാശ പ്രശ്നങ്ങളും ഒക്കെ സിവിൽ കേസുകളിൽ ചില വൈരുദ്ധ്യമുണ്ട്. പക്ഷേ ക്രിമിനൽ കേസിലൊക്കെ വല്ല വൈരുദ്ധ്യമുണ്ടോ? മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും സിഖ് ആയാലും പാഴ്സി ആയാലും ആരായാലും ഒരേ നിയമമല്ലേ രാജ്യത്തുള്ളത്? അപ്പൊ അതുപോലെ അത് കോടതികളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അപ്പർ കോടതി ഇല്ല, അല്ലെങ്കിൽ ഉയർന്ന കോടതിയില്ല, സുപ്രീം കോടതിയിൽ അടക്കം ചോദിക്കാൻ കഴിയില്ല എന്നൊരു നിയമം രാജ്യത്തുണ്ടാക്കി വെച്ചാൽ അതൊരു വളരെ അശാസ്ത്രീയമായ നിയമമല്ലേ? ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിനകത്ത് ജാതി, മതം, വർഗം, രാഷ്ട്രീയം എല്ലാം കുത്തി കയറ്റി വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് ചർച്ച നടക്കണ്ടേ? ഇതിപ്പോ ഓരോ ഭരിക്കുന്ന പാർട്ടി അവർക്ക് രാഷ്ട്രീയമായി എങ്ങനെ മുതലാക്കാൻ കഴിയുമെന്നോ, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയമായി മുതലാക്കി, ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ആരെയാണ് പ്രീണിപ്പിക്കേണ്ടത്, ആരാണ് ശരി തെറ്റെന്നൊക്കെ നോക്കി നമ്മൾ പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ശരിയായിട്ടുള്ള നീതി നടപ്പിലാവുമോ, സത്യവും ധർമ്മവും ഒക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ആലോചിക്കണം. വഖഫ് നിയമത്തിൽ ആലോചിക്കണം. ഒരു വശത്ത് പാർലമെന്റിന്റെ സഭകളിൽ നടന്ന മനോഹരമായ ചർച്ച, മണിക്കൂറുകളോളം പാതിരാവരെ നീണ്ട ചർച്ച നടന്നു, അതിനുശേഷം അത് പാസ്സാക്കി. പക്ഷെ മറുവശത്ത് ഇത്തരം നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമവായവും കൂടി സമൂഹത്തിൽ ഉണ്ടാകണ്ടേ? സമൂഹത്തിൽ നല്ല സമവായം ഉണ്ടാകണം, അതാണ് പ്രധാനം. പാർലമെന്റ് പാസ്സാക്കി ഇനിയിപ്പോ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് നിയമമാകും, നിയമമായാൽ പിന്നെ കോടതി പോകും. പിന്നെ മുസ്ലിം സംഘടനകളും കോൺഗ്രസും ഒക്കെ കോടതി പോകുമെന്ന് പറഞ്ഞ് ഇനിയിപ്പോ കുറച്ചു കാലം കോടതിയിൽ ഇത് കിടന്നടിക്കും. പക്ഷെ അപ്പോഴും അതിനപ്പുറമുള്ള ഒരു സമവായത്തിലേക്ക്, ഒരു സാമുദായികമായ മതപരമായ ഒരു സമവായത്തിലേക്ക് നാം എത്തണ്ടേ? ഇവിടെ ന്യൂനപക്ഷവും ജീവിക്കണം, ഭൂരിപക്ഷവും ജീവിക്കണം, എല്ലാ പക്ഷവും ഉണ്ടാവണം. പക്ഷെ ആ ഒരു വലിയ ന്യൂനപക്ഷ പ്രീണനവും അനുവദിക്കാൻ പറ്റില്ല, ഭൂരിപക്ഷ പ്രീണനവും അനുവദിക്കാൻ ശരിയല്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എല്ലാം പ്രശ്നം തന്നെയാണ്. അപ്പൊ മതത്തിന്റെ വഴിക്ക് ചിന്തിക്കുകയും ജാതിയുടെ ഭാഗമായി മറ്റൊരു തലത്തിലേക്ക് മാറി നിൽക്കുകയും രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന പുതിയ രാഷ്ട്രീയം നമ്മൾ കണ്ടുപിടിക്കേണ്ട സമയമായി. അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ വഖഫ് നിയമം തീർച്ചയായിട്ടും നമുക്കതിനൊരു ചൂണ്ടുവലയാകട്ടെ. വഖഫിന്റെ നിയമങ്ങൾ വരുന്നു, അത് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ പാർലമെന്റ് ചർച്ചയൊക്കെ നടന്നെങ്കിലും അതിനപ്പുറമുള്ള സമവായങ്ങൾ ഉണ്ടാകണം. അതിനുള്ള ചർച്ചകളാണ് ശരിക്കും സമൂഹത്തിൽ നടക്കേണ്ടത്. ആ ചർച്ച തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് നന്നായി തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്.